തൃക്കാക്കര നഗരസഭയിലെ ഓണക്കിഴി വിവാദത്തിൽ മുൻ നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പനെതിരെ അന്വേഷണത്തിന് ഓംബുഡ്സ്മാൻ ഉത്തരവ്. വിജിലൻസ് ശുപാർശയെ തുടർന്നാണ് നീക്കം. എസ് ശ്യാംകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്യാം, അപ്പോൾ ആ ഓണക്കിഴി വിവാദം കുറച്ച് കടുക്കുകയാണ്, കുറച്ച് സീരിയസ് ആവുകയാണ്. തീർച്ചയായും ജനപ്രതിനിധി എന്ന രീതിയിലാണ് അജിത തങ്കപ്പനെതിരായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഓംബുഡ്സ്മാൻ വിചാരണയ്ക്ക് ശേഷം അജിത തങ്കപ്പനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണം, അത് അയോഗ്യയാക്കുകയാണോ, തുടർന്ന് മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയാണോ തുടങ്ങിയ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും 10,000 രൂപ വെച്ച് ഓണത്തിന് തൃക്കാക്കര നഗരസഭയിലെ കൗൺസിലർമാർക്ക് നൽകുകയും പിന്നീട് തിരികെ നൽകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തത് വലിയ വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വസ്ത്രം വാങ്ങിയതിന്റെയൊക്കെ പാലക്കാട് നിന്ന് വിജിലൻസ് ബില്ല് ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ സർക്കാർ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ 2 നഗരസഭാ ജീവനക്കാർ കൂടി നേരത്തെ നടപടി നേരിട്ടിരുന്നു. അവർക്കെതിരെ വകുപ്പ് നടപടി കൂടുതൽ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. എസ് ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്.